മുട്ടിൽ മരം കൊള്ളക്കേസിൽ അന്വേഷണം നേരിടുന്ന എൻ.ടി. സാജന് സ്ഥാനക്കയറ്റം നൽകുകയും 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്ത നടപടിയിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അന്തിമ വിധി നിർണായകമാകും. സർക്കാർ ഉത്തരവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തത് സാജനും സർക്കാരിനും ഒരുപോലെ തിരിച്ചടിയാണ്. 2 വർഷം തികയുന്നതിന് മുമ്പ് അന്യായമായി സ്ഥലം മാറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി ഡി.കെ. വിനോദ് കുമാർ, സഞ്ജയൻ കുമാർ എന്നിവർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഹർജി നൽകിയതോടെ നടപടി സ്റ്റേ ചെയ്തിരുന്നു. എൻ.ടി. സാജന്റെ സ്ഥാനക്കയറ്റവും മറ്റു ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും ഉൾപ്പെടുന്ന ഉത്തരവ് പ്രഥമദൃഷ്ട്യാ ചട്ടലംഘനമാണെന്ന് കൂടി ട്രിബ്യൂണൽ വ്യക്തമാക്കിയത് സർക്കാരിന് തിരിച്ചടിയായി. സിവിൽ സർവീസ് ബോർഡ് ചേരാതെയുള്ള സ്ഥലം മാറ്റം ചോദ്യം ചെയ്താണ് 2 ഉദ്യോഗസ്ഥരും ട്രിബ്യൂണലിനെ സമീപിച്ചത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അന്തിമ വിധി ഹർജിക്കാർക്ക് അനുകൂലമായാൽ സ്ഥലം മാറ്റത്തിനൊപ്പം എൻ.ടി. സാജന്റെ സ്ഥാനക്കയറ്റവും റദ്ദാകും. സിവിൽ സർവീസ് ബോർഡ് ഇനി ചേർന്നാലും സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിലപാട് നിർണായകമാണ്. IFS ഉദ്യോഗസ്ഥരുടെ ഭാഗം കൂടി കേൾക്കാതെയുള്ള സ്ഥലം മാറ്റത്തിന് അനുകൂല വിധി ട്രിബ്യൂണലിൽ നിന്ന് ഉണ്ടാകാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. ധർമ്മടം സ്വദേശിയായ എൻ.ടി. സാജന് ദക്ഷിണ മേഖലാ വനം വകുപ്പ് മേധാവിയായാണ് സ്ഥാനക്കയറ്റം നൽകിയത്. സംഭവം വിവാദമായപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വനം മന്ത്രി ഒഴിഞ്ഞുമാറിയിരുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുട്ടിൽ കേസിൽ സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. IFS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ചട്ടവിരുദ്ധമാണെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.